ഒരുപാട് അലഞ്ഞും കഷ്ടപ്പെട്ടും തന്നെ ജീവനെന്ന സാധാരണക്കാരൻ ജയാർ എന്ന കോടീശ്വരനായത്. എല്ലാവരും രണ്ട് കണ്ണുകൊണ്ട് കാണുമ്പോൾ ഞാനതിൻ്റെ 10 ഇരട്ടി കൊണ്ടാ ലോകത്തെ നോക്കിക്കണ്ടത്. എല്ലാവരും ഒറ്റ മനസ്സുകൊണ്ട് ആലോചിക്കുമ്പോൾ ഞാൻ എൻ്റെ ചിന്തകൾ പലതരത്തിൽ കൂട്ടി. എന്നിട്ട് പുത്രസ്നേഹം നടിച്ചൊരാൾ കൂടെ നിൽക്കുക, എന്നിട്ട് എന്നെ ഒന്നും അല്ലാതാക്കി കളയാന്ന് പറഞ്ഞ അത് പൊറുക്കാൻ പറ്റുമോ സ്വാമി? എന്റെ അച്ഛൻ എന്ന അധ്യായം അവിടെ തീരണം. എന്നിട്ട് എന്റെ അമ്മയെയും ഭാര്യയെയും അങ്ങോട്ടൊന്ന് കൊണ്ടുപോകണം. കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം. എന്നിട്ട് എനിക്ക് പറയണം, ജയാറിനെ ചതിക്കാൻ ശ്രമിച്ചവരുടെ വിധി ഇതാണെന്ന്. മനസ്സിലായോ സ്വാമി? ഇത്തവണ ഏൽപ്പിച്ചവർക്ക് ഒന്നും പിഴക്കില്ല. കാരണം അവരത്രയ്ക്ക് സ്ട്രോങ്ങാ സ്വാമി. ജയാറിന്റെ വഴിയില് രഘു എന്നൊരു മുള്ളുണ്ടായിരുന്നു. ഇറ്റ്സ് ഓവർ. അതും വേണോന്ന് ആലോചിക്കണം മോളെ. ഹരിയോ അമ്മാവനോ ഇപ്പൊ ഈ കാര്യം അറിഞ്ഞാൽ വഴക്കൊക്കെ മറന്ന് അവര് നിന്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും. അത് മതി ജീവന് സംശയം ഉണ്ടാവാൻ. ഹരിയുടെ കൂടെ നീ ജീവിക്കുന്നത് പൊറുക്കാത്തവനാണവൻ. അപ്പൊ നീ ഗർഭിണിയാണെന്ന് കൂടി അറിഞ്ഞ അത് മാത്രമല്ല മോളെ, നിനക്കെതിരെ ഒരു കേസ് കൊടുക്കാനുള്ള അവകാശം അവൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഈ അവസ്ഥയിൽ കോടതി മുറിയിൽ പോയി നിൽക്കേണ്ടി വരില്ലേ നീ? ആളുകള് നിന്നെ നോക്കി പരിഹസിക്കില്ലേ? അതെങ്ങനെയാ മോളെ നീ സഹിക്കുക? അമ്മ പറയുന്നതൊക്കെ ശരിയാ. പക്ഷേ ഈ കാര്യം ഹരിയോട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്റെ കുഞ്ഞിന്റെ അച്ഛനല്ലേ അമ്മേ. ജീവന്റെ ഭീഷണി കേട്ട് ഹരിയോട് സംസാരിക്കുന്നത് പോലും ഞാൻ ഒഴിവാക്കി. ഹരി അതിന്റെ സങ്കടത്തില. ആ സങ്കടങ്ങളൊക്കെ ഇതോടെ തീരണം. ഞങ്ങൾക്കൊരു കുഞ്ഞ് പിറക്കാൻ പോകുന്നു എന്നതിന്റെ സന്തോഷം ഞങ്ങൾക്ക് ഒന്നിച്ച് അനുഭവിക്കണം അമ്മേ. അങ്ങനെയാണ് മോളുടെ തീരുമാനമെങ്കിൽ ഞാൻ ഇനി എതിർക്കുന്നില്ല. പക്ഷേ മോള് ഹരിയോട് പറയണം, കേസോ അന്വേഷണമോ ഒന്ന് മുറുകി ജീവന്റെ ശല്യം അവസാനിക്കുന്നത് വരെ ജീവന്റെ അടുത്ത് നമ്മൾ ആരും ഇത് പറയില്ലെന്ന്. പറയാം. അമ്മ കൂടി ഹരിയെ അത് ഓർമ്മിപ്പിച്ചാ മതി. അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു കുഞ്ഞ് പിറന്ന് അതിനെ കാണണമെന്ന്. അച്ഛനതിന് യോഗം ഉണ്ടായില്ല. യോഗം കൊടുത്തില്ല, കൊന്നു കളഞ്ഞില്ലേ. വീട് പൂട്ടിക്കിടക്കാമേ. ഒരു കാര്യം ചെയ്യ, മോളൊന്ന് വിളിച്ചു നോക്ക. രാമകൃഷ്ണേട്ടനും ഹരിയൊക്കെ എവിടെ? അവര് കൊഞ്ചം മുന്നേ അടിക്കരുന്ന് പോയിടിച്ചമ്മ. നിത്യാമ്മയ്ക്ക് കൊടുക്കാൻ ഹരി സാർ ഒരു ലെറ്റർ തന്നിച്ചു. നിത്യ, ഞാനൊരു യാത്ര പോവുകയാണ് അമ്മാവനോട് കൂടെ. ഒളിച്ചോട്ടമൊന്നുമല്ല. പക്ഷേ മനസ്സിന് വല്ലാതെ ഭാരം കൂടിയിരിക്കുന്നു. അടുത്തുണ്ടായിട്ടും താൻ അകന്നു നിൽക്കുമ്പോൾ ആ ഭാരം കൂടിക്കൂടി വരിക. എത്ര നാളിത് താങ്ങാനാവും എന്നെനിക്കറിയില്ല. ഒരു സമൂഹം മുഴുവൻ
എന്നെ എതിർക്കുന്ന സമയമുണ്ടായിട്ടുണ്ട്. കടബാധ്യതകളിൽ ഞാൻ വീണു പോയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഇങ്ങനെ ഒരു ചാട്ടുളി പോലെ എന്റെ നെഞ്ചിനകത്തേക്ക് തറച്ചു കയറാൻ സാധിച്ചിട്ടില്ല. ഞാൻ എന്നെങ്കിലും വരും. വരുമ്പോഴെങ്കിലും നിത്യയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവട്ടെ. സ്നേഹത്തോടെ, ഹരി. എന്താ മോളെ? എന്താ അമ്മ ഇതൊക്കെ? ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള വാർത്ത ഹരിയെ അറിയിക്കാനല്ലേ ഞാൻ ഓടി വന്നത്. ഞങ്ങൾ അച്ഛനും അമ്മയാവാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത. മുരുക, അമ്മ. ഞങ്ങള് ഡോക്ടറുടെ അടുത്തുനിന്നാ വരുന്നത്. നിത്യ പ്രഗ്നന്റാ. കടവുളെ. മോളെ ഹരിയെ വിളിക്ക്. അവൻ ദൂരേക്കൊന്നും പോയിട്ടുണ്ടാവില്ല. അമ്മ കൂപ്പിടമ്മ, കൂപ്പിട്. കൊഞ്ചം മുന്നേറ്റ് താൻ പോയിരിക്കേ.